ഹായ് വെൽക്കം. ഞങ്ങൾ നടത്തിയ വിയറ്റ്നാം യാത്രയുടെ ആദ്യ ദിവസത്തെ വിവരണമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ഹോച്ചിമിന്നിലേക്കാണ് പോയത്. എയർപോർട്ടിൽ നിന്നും ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയതിനു ശേഷം ക്യൂച്ചി ടണൽ കാണാനാണ് പോണത്. എന്താണ് ഈ ക്യൂച്ചി ടണൽ? വിയറ്റ്നാം സൈന്യം അമേരിക്കൻ ആക്രമിച്ചപ്പോൾ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തിരുന്ന കുറേ ഗറില്ല യുദ്ധമുറകളിൽ ഉപയോഗിച്ചിരുന്ന ടണലുകളാണ് ഈ ക്യൂച്ചി ടണലുകൾ. അപ്പോൾ നമുക്കറിയാം വിയറ്റ്നാം എന്ന് പറയുന്നത് കുറേ കാലം ഫ്രഞ്ചിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ അമേരിക്ക ആക്രമിച്ചു. അമേരിക്കയായിട്ട് ഇവർ യുദ്ധം കുറേ കാലം നീണ്ടു നിന്നു. പക്ഷേ ആ സമയത്ത് മെയിനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നതാണ് ഈ ടണലുകൾ. ഈ ടണലുകളിൽ ഇവർ പാചകം ചെയ്തിരുന്നു, താമസിച്ചിരുന്നു, വളരെ സുരക്ഷിതരായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം വീഡിയോസ് നമുക്ക് അവർ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ടണലുകൾ കാണാൻ പോയത്. ടണൽ കാണുമ്പോൾ അതിന് മുമ്പായിട്ട് ഇവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും എങ്ങനെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നൊക്കെ അവിടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഗൈഡ് ടണലിൽ ഇറങ്ങുന്ന വിധവും ടണലിൽ നിന്ന് കയറി വരുന്ന വിധമൊക്കെ വിവരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവരുടെ പാചകപ്പുരയും അതുപോലെ തന്നെ ഇപ്പം അവർ ഉണ്ടാക്കുന്ന ഒരു അരി കൊണ്ടുള്ളൊരു നമ്മുടെ അരിപ്പപ്പടം പോലെ സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും വൈകുന്നേരമായി. ഒരു ചായയും ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ നടന്ന് കണ്ട് അവരുടെ ആയുധങ്ങളും അതുപോലെ തന്നെ സോവനി ഷോപ്പിൽ ഞങ്ങളൊന്ന് കയറി. സോവനി ഷോപ്പിൽ കയറിയിട്ട് അവിടുത്തെ വിയറ്റ്നാമിൻ്റെ കുറേ സിംബൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെങ്ങനെയായിരുന്നു ഒളിച്ചിരുന്നത്, ടണലുകളിൽ സുരക്ഷിതരായി ഒളിച്ചിരുന്നതെന്നൊക്കെ അവിടെ ഉള്ളത് ഞങ്ങളുടെ ഗൈഡ് കാണിച്ചു തന്നു. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. ഈ ഹോസ്പിറ്റൽ കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു ടണൽ പോലെ തന്നെയാണ് അതിൻ്റെ മോഡൽ. ഞാനതൊക്കെ നോക്കി കാണുമായിരുന്നു. പിന്നെ വെള്ളം നമുക്ക് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, പൈപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു വെള്ളം കൊണ്ടുവരുന്നിരുന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവരുടെ ആയുധപ്പുര സന്ദർശിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു അവിടെ AK-47 വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളത് കണ്ടില്ല കേട്ടോ. അവരുടെ ശേഖരത്തിൽ ഉണ്ടായിരിക്കും, അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് കുറേ ചതിക്കുഴികൾ പോലത്തെ സംഭവങ്ങളായിരുന്നു. ഇതെല്ലാം ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഇങ്ങനെ കോലോണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കോലോണ്ട് കുത്തി കാണിച്ചതാണ്. അതിന് പകരം ആളാണ് അതിൽ വീണെങ്കിൽ അവരുടെ ദേഹത്ത് മുള്ളൊക്കെ തറച്ചു കയറും. വാതിലിൽ വരെ അവരിങ്ങനെ മുള്ളുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശത്രുക്കൾ വന്നിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ എത്ര ഹൈറ്റിൽ തുറന്നാലും, എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും എന്ത് തട്ടും, ഇതിൽ വെച്ചിട്ടുള്ള ആണികൾ ദേഹത്ത് തട്ടും. പിന്നെയും ഞങ്ങൾ ഇതെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും കുറേ ടണലുണ്ട് കേട്ടോ അവിടെ. വീണ്ടും കുറേ ടണലിലൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പപ്പേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു ടണലിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ കൂടെ നമുക്ക് കയറി വരാനുള്ള അതുണ്ടായിരുന്നു. അതിൽ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ ടണലുകളൊക്കെ കണ്ട് കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ റൂമിലെത്തി. ഇന്നത്തെ ദിവസത്തെ ഓർമ്മകളുമായിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം സുഖമായി കിടന്നുറങ്ങി. അപ്പം നാളെ വീണ്ടും ഹോച്ചിമിന്നിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ കോക്കനട്ട് ഫാമൊക്കെയാണ്. അതിൻ്റെ വിവരണമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.